സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങളോട് പ്രകോപനപരമായ നിലപാട് ഒഴിവാക്കി സർക്കാർ. കഴിവതും പോലീസ് ഇടപെടൽ ഒഴിവാക്കുന്നതിനൊപ്പം കല്ലിടാനെത്തുമ്പോൾ ജനങ്ങളോട് സമചിത്തതയോടെ പെരുമാറണമെന്ന നിർദ്ദേശം കേരയിൽ ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട്. പൂർത്തിയാവുന്ന ദേശീയപാത വികസനവും ജലപാതയും അടക്കം ചൂണ്ടിക്കാട്ടി കേരയിൽ വിരുദ്ധ പ്രചാരണങ്ങൾക്ക് മറുപടി നൽകാനും സർക്കാർ നീക്കം ആരംഭിച്ചു. ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലെ പോലീസ് ഇടപെടൽ വലിയ വിവാദമായതോടെ സർക്കാരും കരുതലിലാണ്. പ്രകോപനപരമായ നീക്കങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ കല്ലിടാനെത്തുമ്പോഴുള്ള ഇടപെടൽ എങ്ങനെയാവണമെന്ന് സംബന്ധിച്ച നിർദ്ദേശം കേരയിൽ ഉദ്യോഗസ്ഥർക്കും നൽകി. സ്ഥല ഉടമകളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം കേരയിൽ ഉദ്യോഗസ്ഥർ പെരുമാറിയെന്ന പരാതികൾ കണക്കിലെടുത്താണ് ഈ നീക്കം. സംസ്ഥാനമൊട്ടാകെ വ്യാപിക്കുന്ന സമരത്തിൽ തീവ്രവാദ നിലപാടുള്ളവരുണ്ടെന്നാണ് സർക്കാർ വാദം. ശക്തമായ പോലീസ് ഇടപെടൽ ഉണ്ടാക്കുന്നതിനായി പ്രകോപനപരമായ നീക്കം സമരക്കാരിൽ നിന്നും ഉണ്ടാകാം. ഇത് മുൻകൂട്ടി കണ്ട് ഇടപെടണമെന്നാണ് നിർദ്ദേശം. പ്രതിപക്ഷം സമരത്തിന്റെ മുൻനിരയിലെത്തിയതോടെ രാഷ്ട്രീയ പ്രതിരോധമുയർത്തുകയാണ് സർക്കാരും. പൂർത്തിയാവുന്ന ദേശീയപാത വികസനം, ദേശീയ ജലപാതയുടെ പുരോഗതി, ഗെയിൽ രണ്ടാം ഘട്ടത്തിന്റെ പൂർത്തീകരണം എന്നിവയെല്ലാം സർക്കാർ പ്രചരണ വിഷയമാക്കുകയാണ്. പോലീസ് നടപടിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ CPI ഉയർത്തിയ ഭിന്നസ്വരം ചർച്ചയിലൂടെ അനുനയിപ്പിക്കാനും നീക്കമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരു പ്രദേശത്ത് സിൽവർ ലൈൻ അതിരടയാള കല്ലിടാൻ എത്ര രൂപ ചെലവ് വരും? ഒരു കല്ലിന്റെ ചെലവ് എത്രയാണ്? റിപ്പോർട്ട് കാണാം. 24,000 അതിരടയാള കല്ലുകളാണ് സിൽവർ ലൈനിനു വേണ്ടി സംസ്ഥാനത്ത് തെക്കു മുതൽ വടക്കു വരെ ഇടുന്നത്. ഒരു പ്രദേശത്ത് കല്ലിടാൻ ശരാശരി ചെലവ് 10,000 രൂപയെന്നാണ് കേരളിന്റെ കണക്ക്. കല്ലിടാൻ കരാറുകാരന് 1000 രൂപ. സുരക്ഷയൊരുക്കാൻ പോലീസിന് ഒരു ദിവസം 6,000 മുതൽ 7,000 രൂപ വരെ. മേൽനോട്ട ചെലവ് 1000 രൂപ. ഗതാഗത ചെലവ് ശരാശരി 1,700 രൂപ. റവന്യൂ ഉദ്യോഗസ്ഥരുടെ ശമ്പളമടക്കമുള്ള മറ്റു ചെലവുകൾ വേറെ. 90 സെന്റിമീറ്ററാണ് ഒരു അതിരടയാളക്കല്ലിന്റെ ഉയരം, വീതി 15 സെന്റിമീറ്റർ. ആകെ സ്ഥാപിക്കേണ്ടത് 24,000 അതിരടയാളക്കല്ലുകൾ. ഇതുവരെ ഇട്ടതാകട്ടെ 6,100 കല്ലുകൾ മാത്രം. ഇതിൽ പലതും പിഴുതുമാറ്റുകയും ചെയ്തു. സംസ്ഥാന വ്യാപകമായി 3 കരാറു കമ്പനികൾക്കാണ് അതിരടയാളക്കല്ലിടുന്നതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. 2 മാസം കൊണ്ട് കല്ലിടൽ പൂർത്തിയാക്കാനാണ് കേരയിൽ ലക്ഷ്യം വയ്ക്കുന്നത്. അതായത് മഴയ്ക്ക് മുൻപ് സർവേ പൂർത്തിയാക്കുക. പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇത് വീണ്ടും നീണ്ടുപോയേക്കും. ഇങ്ങനെയെങ്കിൽ കണക്കുകൂട്ടിയ ചെലവുകളിലും മാറ്റമുണ്ടാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.